السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജൂതന്മാർ കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൃത്രിമം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. അതായത് ഒരു വചനത്തിന്റെ ആദ്യ ഭാഗവും അവസാന ഭാഗവും കട്ടുമുറിക്കുകയും എന്നിട്ടതിന്റെ മധ്യഭാഗത്ത് തങ്ങൾക്ക് അനുകൂലമാണെന്ന് തോന്നിക്കുന്നവ സമൂഹത്തിൽ എടുത്തു പ്രചരിപ്പിച്ച് ഇതാ ഖുർആനും ഇസ്ലാമുമൊക്കെ ഞങ്ങൾക്ക് അനുകൂലമായി സംസാരിച്ചിരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന ഒരു ദുസ്വഭാവം അവരിൽ ഉണ്ട്. ഇതേ സ്വഭാവം നമ്മുടെ സമൂഹത്തിലും ഇന്ന് ചില ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 111-ാമത്തെ ആയത്തിൽ കാണാം, വഖാലു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ തിൽക അമാനിയുഹും ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. വഖാലു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ആയത്ത് തുടങ്ങുന്നത്. അതായത് യഹൂദികളും നസറാനികളും ഒക്കെ പറഞ്ഞു എന്നാണ് അതിന്റെ ഉദ്ദേശം. എന്താണ് ഇനി പറഞ്ഞ വാചകം? എന്താണ് അവർ പറഞ്ഞ വാചകം? എന്താണ്? ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ, യഹൂദികളോ നസറാനികളോ ആയവരല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല എന്ന് അവര് പറയുന്നു എന്ന് അള്ളാഹു പറയാണ്. ശേഷം അള്ളാഹു അതിന് മറുപടിയും പറയുന്നുണ്ട്, തിൽക അമാനിയുഹും, അത് അവരുടെ വ്യാമോഹം മാത്രമാണ്. ഖുൽ, നബിയെ പറയുക, ഹാതു ബുർഹാനകും, നിങ്ങളുടെ തെളിവുകൾ നിങ്ങൾ കൊണ്ടുവരൂ, ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ എന്ന്. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, ഇവിടെ വഖാലു എന്ന ആദ്യ ഭാഗവും കട്ട് ചെയ്ത് അതുപോലെ തന്നെ തിൽക അമാനിയുഹും എന്ന അവസാന ഭാഗവും കട്ട് ചെയ്താൽ ആയത്തിൽ എന്തായിരിക്കും ബാക്കി വരിക? ലൻ യദ്ഖുലൽ ജന്നത ഇല്ലാ മൻ കാന ഹൂദൻ ഔ നസാറ എന്നായിരിക്കും വരിക. അപ്പോൾ ആശയം എന്താകും? യഹൂദികളോ നസറാനികളോ ആയവരല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ ഉണ്ടാകും. എപ്പോൾ? തുടക്കം കട്ട് ചെയ്യുക, അവസാനവും കട്ട് ചെയ്ത് മധ്യഭാഗത്ത് നിന്ന് അടർത്തിയെടുത്താൽ. ഇതിപ്പോൾ ഞാൻ സൂചിപ്പിക്കുവാൻ കാരണം, ഇതേ രീതി പിന്തുടരുന്ന, തനിച്ച ജൂദായിസത്തെ പിന്തുടരുന്ന നമ്മുടെ നാട്ടിലെ സമസ്തയുടെ ചില ആളുകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനാണ്. പലപ്പോഴും സലഫി പ്രബോധകന്മാരുടെ പ്രഭാഷണങ്ങൾ, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളിൽ നിന്ന് ഏതാനും സെക്കൻഡുകൾ മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്ന ഒരു ദുസ്വഭാവം ഇവർക്കുണ്ട്. ഈ ഉള്ളവന്റെ പേരിൽ തന്നെ ഒരുപാട് അങ്ങനെയുള്ള ശ്രമങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ റബീഉൽ അവ്വൽ മാസം വന്നപ്പോൾ മൗലിദ് മാസം എന്നാണല്ലോ അവർ പ്രചരിപ്പിക്കുന്നത്. അതിനനുകൂലമായി ഹുസൈൻ സലഫി സംസാരിച്ചിരിക്കുന്നു, മൗലിദിന് അനുകൂലമായി എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 2 മണിക്കൂറോളം നടത്തിയ ഒരു പ്രഭാഷണത്തിൽ നിന്ന് 13 സെക്കൻഡ് കട്ടുമുറിച്ചുകൊണ്ട് അവര് പറയുന്നത് എന്താണ്? അവര് പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. എന്താണ് അവര് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ക്ലിപ്പെന്ന് ആദ്യം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ്. മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. കേട്ടല്ലോ നിങ്ങൾ? എന്താണ് പതിൽ പറയുന്നത്? മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. എന്നിട്ട് തലക്കെട്ടെന്താ കൊടുത്തത്? ഖുർആനിലുമുണ്ട് മൗലിദ് എന്ന് ഹുസൈൻ സലഫി എന്റെ ഒരു ചിത്രം കൊടുത്ത് ഒരു ഓഡിയോ ഭാഗമാണ് അവർ കേൾപ്പിക്കുന്നത്. ആ സംസാരിക്കുന്ന സ്റ്റേജോ ഒന്നും അവർ കാണിക്കുന്നില്ല. സഹോദരങ്ങളെ, എന്താണ് ഇവർ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഇവർ ഇങ്ങനെയൊക്കെ നുണ പ്രചരിപ്പിക്കുന്നത്? ഞാനത് പറയുന്ന സന്ദർഭം അത് കേൾക്കുന്നവർക്ക് തന്നെ മനസ്സിലാകും. മുസ്ലിയാക്കന്മാര് നമ്മളോട് പറയുന്ന ഒരു വാചകം ഞാൻ പറഞ്ഞതാണ്. എന്താണ് മുസ്ലിയാക്കന്മാര് നമ്മളോട് പറയാറുള്ളത്? മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു.
ഇത് മുസ്ലിയാക്കന്മാര് നമ്മളോട് പറയുന്നത് ഞാൻ എടുത്തുദ്ധരിച്ചതാണ്. ഇനി അതിന്റെ ശേഷം ഞാൻ അതിന് മറുപടി പറയുന്നുണ്ട്. ആ മറുപടി പറയുന്ന ഭാഗം മുസ്ലിയാക്കന്മാര് കട്ടുമൂടി വെച്ചു. തനിച്ച ജൂതന്റെ സ്വഭാവം. ഈ 13 സെക്കൻഡിന്റെ തൊട്ട് മുമ്പുള്ള ഏതാനും മിനിറ്റുകളും അതുപോലെ തന്നെ ഈ 13 സെക്കൻഡിന്റെ ശേഷം ഞാൻ പറയുന്ന ഏതാനും മിനിറ്റുകളും കട്ട് മൂടി വെച്ച് കേവലം 13 സെക്കൻഡ് എടുത്ത് തെറ്റിദ്ധരിപ്പിച്ചിട്ട്, മുസ്ലിയാക്കന്മാരെ നിങ്ങളുടെ ഒരു ഗതികേട് എന്താണ്? നിങ്ങൾക്ക് ഇതുകൊണ്ടൊക്കെ നേടിയെടുക്കുവാനുള്ളത്? അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പ്രചരിപ്പിച്ചത് നന്നായി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം ആ സംസാരത്തിന്റെ അപ്പുറവും ഇപ്പുറവും ഞാൻ എന്താണ് പറയുന്നതെന്നും, ഖുർആനിൽ മൗലിദ് ഉണ്ട് എന്നാണോ ഞാൻ പറയുന്നത് എന്നും, എന്താണ് അതിന്റെ വസ്തുത എന്നുമൊക്കെ നിങ്ങൾക്ക് ഗ്രാഹ്യമാകുവാൻ വേണ്ടി അതിന്റെ അപ്പുറവും ഇപ്പുറവും വരുന്ന ഏതാനും ഭാഗങ്ങൾ കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഞങ്ങൾ മഹാന്മാരെ മദ്ഹ് പറയുകയാണ്. ഞങ്ങൾ മഹാന്മാരുടെ മൗലൂദ് ഓതുകയാണ്. മഹാന്മാരുടെ മൗലൂദോ എന്ന് പറഞ്ഞുകൊണ്ട്, മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കിതാബുകൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നിട്ടോ നിങ്ങൾ ഈ മൗലിദുകളിലൂടെ എന്താണ് ചെയ്യുന്നത്? മഹാന്മാരായ ആളുകളെന്ന് പറയപ്പെടുന്നവരുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള മൗലിദ് കിതാബുകളിൽ എന്താ വന്നിട്ടുള്ളത്? അവരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കലർത്തിയിട്ട് എഴുതിയിട്ടുണ്ടാകും. അവരെ കുറിച്ച് ഉള്ളതുമുണ്ടാകും, അതിൽ ഇല്ലാത്തതുമുണ്ടാകും. അത് ഗദ്യമായിട്ടുമുണ്ടാകും, പദ്യമായിട്ടുമുണ്ടാകും. പിന്നെയോ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈരടികളും ഉണ്ടാകും. അവരെ വിളിച്ചുകൊണ്ട് ദുആയിരക്കുന്ന വരികളും ഉണ്ടാകും. ഇതടങ്ങിയ കിതാബുകളാണ് മൗലിദ് കിതാബുകൾ. ഇങ്ങനെ പലരുടെയും പേരിൽ നമ്മുടെ നാട്ടിൽ മൗലൂദുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ധാരാളം മൗലിദുകൾ എന്ന സമുദായത്തിലുണ്ട്. ശറഫല്ലന മൗലിദുണ്ട്, മങ്കൂസ് മൗലിദുണ്ട്. അതുപോലെ തന്നെ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ മുഹീദ്ദീൻ മൗലിദുണ്ട്. റിഫായി ശൈഖിന്റെ പേരിൽ റിഫായി മൗലിദുണ്ട്. മമ്പുറം തങ്ങളുടെ പേരിൽ മമ്പുറം മൗലിദുണ്ട്. അജ്മീർ ഖാജയുടെ പേരിൽ അജ്മീർ മൗലിദുണ്ട്. ഏർവാടിയുടെ പേരിൽ ഏർവാടി മൗലിദുണ്ട്. മുത്തുപ്പേട്ടയുടെ പേരിൽ മുത്തുപ്പേട്ട മൗലിദുണ്ട്. ഈ മൗലിദുകളിലൊക്കെ എന്താണ് പ്രിയമുള്ളവരെ വിഷയം? ഒന്നുകിൽ ആ ആളുകളെ കുറിച്ച് കുറെ ഉള്ളതുണ്ടാകും, അതിന്റെ പുറമെ കുറെ ഇല്ലാത്ത കെട്ടുകഥകളും അവരുടെ പേരിൽ എഴുതിയിട്ടുണ്ടാകും. അതിന്റെയൊക്കെ പുറമേ അവരെ വിളിച്ചുകൊണ്ട് തേടുന്ന, അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന, പാപം പുറത്തു തരണേ എന്നവരെ വിളിച്ച് അർത്ഥിക്കുന്ന, രോഗം ശിഫയാക്കണേ എന്നവരോട് സങ്കടപ്പെടുന്ന, കാര്യങ്ങൾ സാധിപ്പിച്ചു തരണേ എന്നവരെ വിളിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന വരികളുമുണ്ടാകും. ഇതൊക്കെ കൂടി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് മൗലിദ് പുസ്തകങ്ങൾ. ഈ മൗലിദ് പുസ്തകങ്ങളാണ് മൗലിദ് കിതാബുകൾ എന്ന പേരിൽ അതേ വീടുകളിൽ വെച്ച് ചൊല്ലുന്നു. അത് ചൊല്ലുന്ന പലരുടെയും ധാരണ എന്താണ്? ഞങ്ങൾ മഹാന്മാരുടെ മദ്ഹ് പറയുന്നു, മഹാന്മാരെ കുറിച്ച് ഞങ്ങൾ നല്ലത് പറയുകയാണ്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ നല്ലത് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ മൗലിദ് കിതാബുകളിലൊക്കെ അവരെ കുറിച്ചുള്ള കെട്ടുകഥകളാണ് പലതും. നിങ്ങൾ അവരെ വിളിച്ച് തേടുന്ന വരികളാണ് അതിലുള്ളത്. അത് പാടില്ല. അങ്ങനെയുള്ള മൗലിദ് പാടാൻ പാടില്ല. അങ്ങനെ ഒരു മദ്ഹ് എന്ന പേരിൽ നിങ്ങൾ വീടുകളിലോ എവിടെയും പള്ളികളിലോ വെച്ച് ചൊല്ലാൻ പാടില്ല. അതല്ല പൊറുക്കാത്ത സംഗതിയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ, അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുജാഹിദുകൾ പറയുമ്പോ ഈ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മൗലീദ് ഉയർത്തിപ്പിടിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട്, ചില മുസ്ലിയാക്കന്മാരുണ്ട്, ചില തങ്ങന്മാരുണ്ട്. തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരുണ്ട്. അവരതാ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയും, ഓ മൗലവിമാരെ, മൗലൂദിനെ എതിർക്കുന്ന, മൗലിദ് പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളെ, നിങ്ങൾക്ക് പാരമ്പര്യമില്ല. നമുക്ക് പാരമ്പര്യമില്ല. പിന്നെ ആർക്കാ പാരമ്പര്യം? മൗലിദോരുന്ന ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത്. എവിടെയാ പാരമ്പര്യം?
അവരതാ ജനങ്ങളോട് പച്ചയായി പറയുന്നു. പത്രങ്ങളിൽ അത് റിപ്പോർട്ടായി ജില്ലയിൽ എന്ന് തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത്? മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. എങ്ങനെയുണ്ട്? കേൾക്കുന്നവൻ എന്താ വിചാരിക്കുക? ഖുർആൻ മുഴുവൻ മൗലൂദാണ്. ആരുടെ മൗലൂദ്? 25 നബിമാരുടെ പേരല്ലേ ഖുർആനിലുള്ളത്. ആ 25 നബിമാരുടെ മൗലീദ് ഖുർആനിൽ നിറഞ്ഞു കിടക്കുന്നു. എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾ മമ്പുറം മൗലിദ് പരിചയമില്ലേ? അതേ, മുഹയ്യിദ്ദീൻ മൗലീദ് പരിചയമില്ലേ? ശറഫല്ലനാം അറിയില്ലേ? മങ്കൂസ് അറിയില്ലേ? ബർസഞ്ചി അറിയില്ലേ? ഒട്ടേറെ മൗലിദുകൾ വീടുകളിലില്ലേ? ആ മൗലിദുകളിൽ എന്താ ഉള്ളടക്കം എന്ന് ഞാൻ ആമുഖമായി എന്റെ ശ്രോതാക്കളോട് പറഞ്ഞത് എന്തിനാ? ഇത് വെച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത്, ഓ മുജാഹിദുകൾ പിഴച്ചവര് തന്നെ. കാരണം അള്ളാന്റെ ഖുർആനിൽ ഇങ്ങനെ ഈസാ മൗലിദും മൂസാ മൗലിദും നൂഹ് മൗലിദും ഇബ്രാഹിം മൗലിദും ആദം മൗലിദും മുഹമ്മദ് മൗലിദും അതേ അയ്യൂബ് മൗലിദും സക്കരിയ മൗലിദും ഒക്കെ മഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ ഉണ്ടായിട്ട് ഈ മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുവെങ്കിൽ അവര് പുത്തൻവാദികൾ തന്നെ എന്നല്ലേ സാധാരണ ജനം തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ പറയട്ടെ, ഇവര് മൗലിദ് പ്രവാചകന്മാരുടെ മൗലിദ് ഖുർആനിലുണ്ടെന്ന് പറയുന്നത് മഹാവഞ്ചന തന്നെ. കേട്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഇവർ നടത്തിയ കൃത്രിമം മനസ്സിലാകുവാൻ വേണ്ടി ഏതൊക്കെ ഭാഗങ്ങളിൽ ഇവർ കത്രിക വെച്ച് മുറിച്ചു, മുമ്പ് കത്രിക വെച്ച് മുറിച്ചത്, ശേഷം കത്രിക വെച്ച് മുറിച്ചത്, ഇത് രണ്ടും കൂടി മനസ്സിലാകുവാൻ വേണ്ടി ആ രണ്ട് ഭാഗങ്ങളും ഇവരുടെ 13 സെക്കൻഡിന്റെ അപ്പുറവും ഇപ്പുറവുമുള്ള ഭാഗങ്ങളും ആ 13 സെക്കൻഡും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് കേൾപ്പിക്കുകയാണ്. അതിലൂടെ നിങ്ങൾക്ക് ഇവരുടെ കൃത്രിമത്വത്തിന്റെ ആഴം, ഇവരുടെ ഒരു ഗതികേടിന്റെ ആഴം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ഞങ്ങൾ മഹാന്മാരെ മദ്ഹ് പറയുകയാണ്, ഞങ്ങൾ മഹാന്മാരുടെ മൗലൂദ് ഓതുകയാണ്. മഹാന്മാരുടെ മൗലൂദോ എന്ന് പറഞ്ഞുകൊണ്ട്, മൗലൂദ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കിതാബുകൾ ഇന്ന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. എന്നിട്ടോ നിങ്ങൾ ഈ മൗലിദുകളിലൂടെ എന്താണ് ചെയ്യുന്നത്? മഹാന്മാരായ ആളുകളെന്ന് പറയപ്പെടുന്നവരുടെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള മൗലിദ് കിതാബുകളിൽ എന്താ വന്നിട്ടുള്ളത്? അവരെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതും കൂട്ടിക്കലർത്തിയിട്ട് എഴുതിയിട്ടുണ്ടാകും. അവരെ കുറിച്ച് ഉള്ളതുമുണ്ടാകും, അതിൽ ഇല്ലാത്തതുമുണ്ടാകും. അത് ഗദ്യമായിട്ടുമുണ്ടാകും, പദ്യമായിട്ടുമുണ്ടാകും. പിന്നെയോ അവരെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈരടികളും ഉണ്ടാകും. അവരെ വിളിച്ചുകൊണ്ട് ദുആ ഇരക്കുന്ന വരികളും ഉണ്ടാകും. ഇതടങ്ങിയ കിതാബുകളാണ് മൗലിദ് കിതാബുകൾ. ഇങ്ങനെ പലരുടെയും പേരിൽ നമ്മുടെ നാട്ടിൽ മൗലൂദുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ധാരാളം മൗലിദുകൾ എന്ന സമുദായത്തിലുണ്ട്. ശറഫല്ലനാം മൗലിദുണ്ട്, മങ്കൂസ് മൗലിദുണ്ട്. അതുപോലെ തന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ മുഹയ്യിദ്ദീൻ മൗലിദുണ്ട്. റിഫായി ശൈഖിന്റെ പേരിൽ റിഫായി മൗലിദുണ്ട്. മമ്പുറം തങ്ങളുടെ പേരിൽ മമ്പുറം മൗലിദുണ്ട്. അജ്മീർ ഖാജയുടെ പേരിൽ അജ്മീർ മൗലിദുണ്ട്. ഏർവാടിയുടെ പേരിൽ ഏർവാടി മൗലിദുണ്ട്. മുത്തുപ്പേട്ടയുടെ പേരിൽ മുത്തുപ്പേട്ട മൗലിദുണ്ട്. ഈ മൗലിദുകളിലൊക്കെ എന്താണ് പ്രിയമുള്ളവരെ വിഷയം? ഒന്നുകില്ല ആളുകളെ കുറിച്ച് കുറെ ഉള്ളതുണ്ടാകും, അതിന്റെ പുറമെ കുറെ ഇല്ലാത്ത കെട്ടുകഥകളും അവരുടെ പേരിൽ എഴുതിയിട്ടുണ്ടാകും. അതിന്റെയൊക്കെ പുറമേ അവരെ വിളിച്ചുകൊണ്ട് തേടുന്ന, അവരെ വിളിച്ചുകൊണ്ട് സങ്കടം പറയുന്ന, പാപം പുറത്തു തരണേ എന്നവരെ വിളിച്ച് അർത്ഥിക്കുന്ന, രോഗം ശിഫയാക്കണേ എന്നവരോട് സങ്കടപ്പെടുന്ന
കാര്യങ്ങൾ സാധിപ്പിച്ചു തരണേ എന്നവരെ വിളിച്ചുകൊണ്ട് സങ്കടപ്പെടുന്ന വരികളുമുണ്ടാകും. ഇതൊക്കെ കൂടി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് മൗലിദ് പുസ്തകങ്ങൾ. ഈ മൗലിദ് പുസ്തകങ്ങളാണ് മൗലിദ് കിതാബുകൾ എന്ന പേരിൽ അതേ വീടുകളിൽ വെച്ച് ചൊല്ലുന്നു. അത് ചൊല്ലുന്ന പലരുടെയും ധാരണ എന്താണ്? ഞങ്ങള് മഹാന്മാരുടെ മദ്ഹ് പറയുന്നു, മഹാന്മാരെ കുറിച്ച് ഞങ്ങൾ നല്ലത് പറയുകയാണ്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു, പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ നല്ലത് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയ മൗലിദ് കിതാബുകളിലൊക്കെ അവരെ കുറിച്ചുള്ള കെട്ടുകഥകളാണ് പലതും. നിങ്ങൾ അവരെ വിളിച്ച് തേടുന്ന വരികളാണ് അതിലുള്ളത്. അത് പാടില്ല. അങ്ങനെയുള്ള മൗലിദ് പാടാൻ പാടില്ല. അങ്ങനെ ഒരു മദ്ഹ് എന്ന പേരിൽ നിങ്ങൾ വീടുകളിലോ എവിടെയും പള്ളികളിലോ വെച്ച് ചൊല്ലാൻ പാടില്ല. അതല്ല പൊറുക്കാത്ത സംഗതിയാണ്. അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ, അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മുജാഹിദുകൾ പറയുമ്പോ, ഈ സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഈ മൗലീദ് ഉയർത്തിപ്പിടിക്കുന്ന ചില പുരോഹിതന്മാരുണ്ട്, ചില മുസ്ലിയാക്കന്മാരുണ്ട്, ചില തങ്ങന്മാരുണ്ട്, തങ്ങന്മാരെന്ന് പറയപ്പെടുന്നവരുണ്ട്. അവരതാ ജനങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് പറയും, ഓ മൗലവിമാരെ, മൗലൂദിനെ എതിർക്കുന്ന, മൗലിദ് പാടില്ലെന്ന് പറയുന്ന പുത്തൻവാദികളെ, നിങ്ങൾക്ക് പാരമ്പര്യമില്ല. നമുക്ക് പാരമ്പര്യമില്ല. പിന്നെ ആർക്കാ പാരമ്പര്യം? മൗലിദോരുന്ന ഞങ്ങൾക്കാണ് പാരമ്പര്യമുള്ളത്. എവിടെയാ പാരമ്പര്യം? അവരതാ ജനങ്ങളോട് പച്ചയായി പറയുന്നു. പത്രങ്ങളിൽ അത് റിപ്പോർട്ടായി ജില്ലയിൽ എന്ന് തന്നെ എനിക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്താണ് അവർ തെറ്റിദ്ധരിപ്പിച്ചത്? മൗലിദ് പാടില്ലെന്ന് പറയുന്ന മുജാഹിദേ, നീ പുത്തൻവാദിയാണ്. കാരണം എന്തെന്നല്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ 25 നബിമാരുടെ മൗലിദ് നിറഞ്ഞു കിടക്കുന്നു. എങ്ങനെയുണ്ട്? കേൾക്കുന്നവൻ എന്താ വിചാരിക്കുക? ഖുർആൻ മുഴുവൻ മൗലൂദാണ്. ആരുടെ മൗലൂദ്? 25 നബിമാരുടെ പേരല്ലേ ഖുർആനിലുള്ളത്. ആ 25 നബിമാരുടെ മൗലീദ് ഖുർആനിൽ നിറഞ്ഞു കിടക്കുന്നു. എന്തിനാണ് ഈ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾ മമ്പുറം മൗലിദ് പരിചയമില്ലേ? അതേ മുഹയ്യിദ്ദീൻ മൗലീദ് പരിചയമില്ലേ? ശറഫല്ലനാം അറിയില്ലേ? മങ്കൂസ് അറിയില്ലേ? ബർസഞ്ചി അറിയില്ലേ? ഒട്ടേറെ മൗലിദുകൾ വീടുകളിലില്ലേ? ആ മൗലിദുകളിൽ എന്താ ഉള്ളടക്കം എന്ന് ഞാൻ ആമുഖമായി എന്റെ ശ്രോതാക്കളോട് പറഞ്ഞത് എന്തിനാ? ഇത് വെച്ചുകൊണ്ടാണ് സാധാരണക്കാരൻ ചിന്തിക്കുന്നത്, ഓ മുജാഹിദുകൾ പിഴച്ചവര് തന്നെ. കാരണം അള്ളാന്റെ ഖുർആനിൽ ഇങ്ങനെ ഈസാ മൗലിദും മൂസാ മൗലിദും നൂഹ് മൗലിദും ഇബ്രാഹിം മൗലിദും ആദം മൗലിദും മുഹമ്മദ് മൗലിദും അതേ അയ്യൂബ് മൗലിദും സക്കരിയ മൗലിദും ഒക്കെ മഹാന്മാരായ അമ്പിയാക്കളുടെ പേരിൽ ഉണ്ടായിട്ട് ഈ മുജാഹിദുകൾ അതിനെ എതിർക്കുന്നുവെങ്കിൽ അവര് പുത്തൻവാദികൾ തന്നെ എന്നല്ലേ സാധാരണ ജനം തെറ്റിദ്ധരിക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് വളരെ വിനയത്തോടെ പറയട്ടെ, ഇവര് മൗലിദ് പ്രവാചകന്മാരുടെ മൗലിദ് ഖുർആനിലുണ്ടെന്ന് പറയുന്നത് മഹാവഞ്ചന തന്നെ. കണ്ടല്ലോ, ഇതാണ് ഇവരുടെ അവസ്ഥ. എന്തിനാണ് ഇവർ ഇത്രത്തോളം ഈ വിധത്തിലുള്ള കള്ളത്തരങ്ങളുമായി നടക്കുന്നത്? ആദർശത്തെ ആദർശവുമായി കൃത്യമായി മാറ്റുരക്കുവാൻ കഴിയാതെ, സത്യം പറഞ്ഞാൽ ജനങ്ങൾ കാര്യം ഗ്രഹിക്കുമെന്ന ഉത്തമമായ ബോധ്യമുള്ളതുകൊണ്ട് കള്ളത്തരങ്ങളും ചതിയും വഞ്ചനയും നടത്തുന്ന തനിച്ച ജൂതന്റെ ഏർപ്പാട് അപ്പടി പകർത്തിയ ഈ ആളുകൾ അവർക്കത് തന്നെയാണ് ചേരുക. കാരണം പാരമ്പര്യം ചെന്നെത്തുന്നത് ജൂതന്മാരിലേക്കാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള കുബുദ്ധികളുടെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കുകയും സത്യം മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സത്യം മനസ്സിലാക്കുവാൻ ഈ ഒരു സംസാരം നിമിത്തമാവുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.